ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. നമ്മൾ സെക്കൻഡ് ഡേ ഇൻ വിയറ്റ്നാമാണ്. അപ്പോൾ നമ്മളിത് രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി ഇറങ്ങിയതാണ്. ഒരു ബർഗർ ഷോപ്പ് ഉണ്ടെന്ന് പറഞ്ഞ അവിടെ അടുത്ത് നല്ല ബർഗറാണെന്ന് പറഞ്ഞാൽ അപ്പോൾ അത് കഴിക്കാൻ വേണ്ടി പോവുകയാണ്. പിന്നെ ഞാൻ വിയറ്റ്നാമിൽ എങ്ങനെയൊക്കെ നമുക്ക് എത്തിപ്പെടാം, എങ്ങനെ ട്രാവൽ നമുക്ക് കുറച്ചും കൂടെ എക്കണോമിക്കലാക്കാമെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടില്ല. അപ്പോൾ അത് ഇന്ന് ഈ വീഡിയോയിൽ ഞാൻ പറയാം. നമുക്ക് വിയറ്റ്നാമിൽ ഫസ്റ്റ് തന്നെ വരുമ്പോൾ നമുക്ക് ഒരു വിസ വേണം. വിസക്ക് ഏകദേശം ഒരു 2500 അതുപോലെ 3000 ഇടയിൽ വരും. അത് നമുക്ക് മൾട്ടിപ്പിൾ എൻട്രി കിട്ടും വിത്ത് 5 ഇയേഴ്സ് 10 ഇയേഴ്സ് ഒക്കെ. എനിക്ക് 5 ഇയേഴ്സിൻ്റെ വിസയാണ് കിട്ടിയത്. അത് ഏകദേശം ഒരു 2700 അടുത്ത് വന്നോളൂ. അത് നമുക്ക് തന്നെ ഓൺലൈൻ എടുക്കാവുന്നതേ ഉള്ളൂ. ഇനി നിങ്ങൾക്ക് ഓൺലൈൻ എടുക്കാൻ പറ്റുന്നില്ല എന്നാണെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു ട്രാവൽ ഏജൻറ്റിനോട് സമീപിച്ചാൽ മതി. അവർ നിങ്ങൾക്ക് എടുത്ത് തരും. അവർക്ക് ഏതെങ്കിലും ഒരു 10-200 സർവീസ് ചാർജ് കൊടുത്താലും മതിയാവും. അങ്ങനെ എടുക്കാവുന്നതാണ്. പിന്നെ ഫ്ലൈറ്റ് ടിക്കറ്റ് അപ്പ് ആൻഡ് ഡൗൺ ഏകദേശം ഒരു 16,000 രൂപ 17,000 രൂപ അടുത്ത് വരും. അത് നമ്മൾ നേരത്തെ ബുക്ക് ചെയ്തുകൊണ്ടാണ് ഇത്രയും റേറ്റ് കുറവ്. പിന്നെ നമ്മൾ ഹോച്ചിമിൻ സിറ്റിയിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. ഹോച്ചിമിൻ സിറ്റിയിൽ നിന്ന് ഹനോയിലോട്ട് നമുക്ക് പോകണം. അതും നമ്മൾ ഫ്ലൈറ്റാണ് ബുക്ക് ചെയ്തിരിക്കുന്നത്. കാരണം നല്ല ഡിസ്റ്റൻസ് ഉണ്ട്. ഏകദേശം കേരളത്തിൽ നിന്ന് ഡൽഹി വരെ പോകാനുള്ള ദൂരമുണ്ട്. അതുകൊണ്ട് അതും നമ്മൾ ഫ്ലൈറ്റാണ് ബുക്ക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഫ്ലൈറ്റ് ടിക്കറ്റ് ഏകദേശം അറൗണ്ട് ഒരു 20 രൂപ വരും. ഇവിടെ നിന്ന് ഹോച്ചിമിൻ സിറ്റിയിൽ നിന്ന് ഹനോയിലോട്ട് പോകുന്നത് ഉൾപ്പെടെ. അതിന് ഏകദേശം ഒരു 4,000 രൂപ വരുന്നുള്ളൂ. അപ്പോൾ ബാക്കി കാര്യങ്ങൾ ഫുഡ് കഴിച്ചിട്ട് പറയാം. ഞാൻ ഓൾറെഡി ഒരു പോർക്ക് സാൻഡ്വിച്ച് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഈ സാൻഡ്വിച്ച് വന്നു ഞാൻ ഒരു ടേസ്റ്റ് ചെയ്തായിരുന്നു കേട്ടോ. ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റാണ്. കാരണം ഇത് വെജിറ്റബിൾസ് പോർക്കൊക്കെ നല്ല ഫ്രഷാണ്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഏകദേശം നാട്ടിലൊരു 60 രൂപയൊക്കെ വരുന്നുള്ളൂ. അഫോർഡബിളും ആണ്. വിസയുടെ ടിക്കറ്റിൻ്റെ കാര്യമൊക്കെ പറഞ്ഞു. ബാക്കി ഡീറ്റെയിൽസ് നമുക്ക് വീഡിയോയിൽ പയ്യെ പറയാം. അപ്പോൾ നമുക്കിപ്പോൾ ഇവിടുത്തെ പേയ്മെൻറ്റ് കൊടുക്കാം. പേയ്മെൻറ്റ് കൊടുത്തിട്ട് നമുക്ക് ഇവിടെ നിന്ന് ഇറങ്ങാം. നമുക്ക് പിന്നെ ഒരു പോസ്റ്റ് ഓഫീസിലോട്ട് പോകണം. നമ്മൾ ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ വരെ നമ്മൾ ആദ്യം ഒരു പോസ്റ്റ് ഓഫീസിലോട്ടാണ്. അപ്പോൾ നേരെ നമുക്ക് ആ പോസ്റ്റ് ഓഫീസിലോട്ട് പോകാം. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ആ പോസ്റ്റ് ഓഫീസിലെത്തി. പോസ്റ്റ് ഓഫീസിൻ്റെ പേരാണ് സായ്ഗോൺ സെൻട്രൽ പോസ്റ്റ് ഓഫീസ്. സായ്ഗോൺ എന്ന് പറയുന്നത് ഹോച്ചിമിൻ സിറ്റിയുടെ പഴയ നാമമാണ് കേട്ടോ. അപ്പോൾ നമ്മൾ പോസ്റ്റ് ഓഫീസ് അകത്തെ കാഴ്ചകളൊക്കെ കാണാം. ഇത്രയും വലിയൊരു പോസ്റ്റ് ഓഫീസ് നമ്മുടെ നാട്ടിലൊന്നും ഇതുവരെ കാണാൻ പറ്റിയിട്ടില്ല. എന്തായാലും വലിയൊരു പോസ്റ്റ് ഓഫീസാണ്. അത്യാവശ്യം നല്ലൊരു ടൂറിസ്റ്റുകളൊക്കെ ഇവിടെ വന്നു പോകുന്നുണ്ട്. പിന്നെ അവിടെ നോക്കിയ ഒരു ടേബിളിന് മുകളിൽ ഓരോ ക്ലോക്കുകൾ നോക്കി ഓരോ രാജ്യത്തിൻ്റെ സമയം സൂചിപ്പിച്ചുകൊണ്ടുള്ള ക്ലോക്കുകളാണ്. കാനഡ, US അതുപോലെ തന്നെ പല രാജ്യങ്ങളുടെയും ഉണ്ട്. നമ്മുടെ ഇന്ത്യയുടെ ഞാനവിടെ കണ്ടില്ല. പിന്നെ നിങ്ങൾ നോക്കിയാൽ കാണാം ഇവിടുത്തെ സ്റ്റാഫുകളെല്ലാം ഒരു മഞ്ഞ യൂണിഫോം സെപ്പറേറ്റ് ഇട്ടിട്ടുണ്ട്. അത് കാണാനും നല്ലൊരു ഭംഗിയുണ്ട്. പിന്നെ നമുക്ക് ഇവിടെ നിന്ന് സൂവനീർ അയക്കാം നമ്മുടെ നാട്ടിലോട്ട്. നമുക്ക് ഏതെങ്കിലും ഒരു ഇഷ്ടമുള്ളൊരു സൂവനീർ ഇവിടെ നിന്ന് സെലക്ട് ചെയ്തിട്ട് പോസ്റ്റായിട്ട് അയക്കാം നമ്മുടെ നാട്ടിലോട്ട്. ഏകദേശം ഇന്ത്യയിലോട്ട് അയക്കാൻ ഒരു 150 രൂപ വരുന്നുള്ളൂ. അപ്പോൾ ഞാനും എൻ്റെ പ്രിയപ്പെട്ട ഒരാൾക്ക് വേണ്ടി ഒരു സൂവനീർ ഇവിടെ നിന്ന് അയക്കണം. അപ്പോൾ അത് നമുക്ക് ഇവിടെ നിന്ന് വാങ്ങിച്ചിട്ട് നമുക്ക് അയക്കാം. സ്റ്റാമ്പ് ഡ്യൂട്ടിയാണ് പറയുന്നത് 150 രൂപ. പിന്നെ സൂവനീർ സെപ്പറേറ്റ് ചാർജും കൊടുക്കണം. ഇതേ നോക്കി ഓരോരുത്തർ അവരുടെ നാട്ടിലോട്ടുള്ളവരെ കത്തുകളും സൂവനീറുകളൊക്കെ അയക്കാനുള്ള തിരക്കിലാണ്. അപ്പോൾ അവിടെ നിന്ന് എഴുതിയിട്ട് വേണം നമുക്കവിടെ പോയിട്ട് അയക്കാനായിട്ട്. അപ്പോൾ നമുക്കും പോയിട്ട് എഴുതി സൂവനീർ അയക്കാം. നമ്മളപ്പോൾ പോസ്റ്റ് ഓഫീസിൽ നിന്ന് സൂവനീർ അയച്ചതിന് ശേഷം അവിടുത്തെ ഒരു സ്ട്രീറ്റിലോട്ട് ഇറങ്ങി സ്ട്രീറ്റ് ഫുഡൊക്കെ എക്സ്പ്ലോർ ചെയ്യാനായിട്ട്. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് ഇങ്ങോട്ട് നടന്നാണ് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ഇനി പോകാൻ പോണ വാർ മ്യൂസിയം, ബെൻടാൻ മാർക്കറ്റ് എല്ലാം നമുക്ക് നടന്നു പോകാനുള്ള ദൂരമുള്ളൂ നമ്മുടെ ഹോട്ടലിൽ നിന്നും ഇവിടെ നിന്നെല്ലാം. നമ്മൾ ഇന്നും ഒരു ഗ്രാബും ബുക്ക് ചെയ്തിട്ടില്ല. ഗ്രാബ് എന്താണെന്ന് അറിയാത്തവർക്ക് ഇതിന് മുമ്പത്തെ വീഡിയോയിൽ ഞാൻ ഗ്രാബിനെ പറ്റി പറയുന്നുണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് പോയി കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഗ്രാബ് എന്താണെന്ന് മനസ്സിലാവും. അപ്പോൾ നമുക്ക് ഇവിടുത്തെ ഫുഡൊക്കെ നമുക്ക് പോയിട്ട് കാണാം. ഇതേ നോക്കി നൗണിക്കേക്ക് ഉണ്ട്. ഈ നൗണിക്കൊക്കെ ആൾക്കാർ എങ്ങനെ കഴിക്കും എന്ന് എനിക്കറിയില്ല. എന്തായാലും ഞാൻ കഴിക്കാൻ പോകുന്നുള്ള നൗണിക്ക. പിന്നെ അവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പല കബാബ് അതുപോലെ തന്നെ കുറേ ഫ്രൈ ചെയ്ത് വെച്ചാണ് കുറേ സാധനങ്ങൾ കാണാം. എന്തൊക്കെയാണെന്ന് എനിക്ക് തന്നെ കണ്ടിട്ട് മനസ്സിലാവുന്നില്ല. പിന്നെ കുറേ സ്ക്വിഡിൻ്റെ ഐറ്റംസ് ഉണ്ട്. പിന്നെ പോർക്കിൻ്റെ ഐറ്റംസ് ഉണ്ട്. നമുക്ക് ഈ സ്ട്രീറ്റിൽ നിന്നൊക്കെ കഴിക്കുമ്പോൾ വിശ്വസിച്ച് കഴിക്കാം. ഇന്നലെ രാത്രിക്കാണെങ്കിൽ നമ്മൾ ഇവിടെ നിന്നൊക്കെ തന്നെ കഴിച്ചത്. നല്ല ഫുഡായിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. മസാല ഇല്ലാത്തതാണ് കൂടുതലും ഉള്ളത് കേട്ടോ. നമ്മുടെ നാട്ടിലെ പോലെ അധികം മസാലകളൊന്നും അവർ യൂസ് ചെയ്യുന്നില്ല. അതുപോലെ തന്നെ കുറച്ച് നല്ല സ്പൈസി ആയിട്ടുള്ള ഫുഡുണ്ട്, സ്പൈസി അല്ലാത്തതുണ്ട്. അത് നമുക്ക് ഇഷ്ടമുള്ളത് ചൂസ് ചെയ്യാം. പോർക്ക് ഭയങ്കര വെറൈറ്റി ആയിട്ടുള്ള പോർക്കിൻ്റെ കുറേ ഡിഷസ് ഉണ്ട്. സൂപ്പായാലും ഫ്രൈ ആയാലും കബാബ് ആയാലും നല്ല പോർക്കിൻ്റെ വെറൈറ്റി ഡിഷസൊക്കെ നമുക്ക് അവിടെ നിന്ന് കിട്ടും. അപ്പോൾ നമ്മൾ ഓരോന്ന് നോക്കി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് നമ്മുടെ നാട്ടിലെ കുറേ തട്ടുകടകളൊക്കെ അടുപ്പിച്ചിട്ട് ഒരു വലിയൊരു കോംപ്ലക്സ് പോലെ ആക്കിയാൽ എങ്ങനെ ഉണ്ടാവും അതുപോലെ ഉണ്ട് നമ്മളിപ്പോൾ കയറിയിരിക്കുന്ന സ്ഥലം. നോക്കി അതൊക്കെ എന്താണെന്ന് പോലും എനിക്ക് മനസ്സിലാവുന്നില്ല. പിന്നെ ഇവിടുത്തെ വേറൊരു വലിയ വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ ആൾക്കാർക്ക് മൊത്തം ഭൂരിഭാഗം ആൾക്കാർക്ക് ഇംഗ്ലീഷ് അറിയില്ല. അപ്പം നമ്മൾ ഗൂഗിൾ ട്രാൻസ്ലേറ്ററിൽ നമ്മൾ ഇംഗ്ലീഷ് സംസാരിച്ചിട്ട് ഇവരുടെ ഭാഷയിലോട്ട് കൺവേർട്ട് ചെയ്ത് ഇവരെ കേൾപ്പിക്കുമ്പോഴാണ് ഇവർക്ക് മനസ്സിലാവുന്നത്. ഇതേ നോക്കി ഒരു സ്ക്വിഡ് നോക്കി എന്ത് വലുതാണല്ലേ. ഇതിനൊക്കെ റേറ്റും കുറവാണ് കേട്ടോ. നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റ് ഉള്ളത്. നൗണിക്കൊക്കെ അവിടെ ഉണ്ട്. മിക്ക കടയിൽ നൗണിക്ക ഞാൻ കണ്ട്. എന്തായാലും നൗണിക്കൊന്നും ഞാനിവിടെ നിന്ന് കഴിക്കാൻ പാടില്ല. അവസാനം നമ്മൾ കറങ്ങി തിരിഞ്ഞതേ ഒരു ഫ്രൈഡ് റൈസ് ഒക്കെ പറഞ്ഞിട്ടോ നമുക്ക് അതൊക്കെ പറ്റുള്ളൂ. ഇത് കണ്ടിട്ട് ബാക്കിയെല്ലാം കഴിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നിയില്ല. ഫ്രണ്ട്സ്, നമ്മൾ ഫുഡ് കഴിച്ചതിന് ശേഷം നമ്മൾ അടുത്ത ഡെസ്റ്റിനേഷനായിട്ടുള്ള വാർ മ്യൂസിയത്തിലോട്ട് നമ്മൾ പോകുന്നത്. നടന്നാണ് വന്നത്. അതുപോലെ തന്നെ എൻട്രി ടിക്കറ്റ് എല്ലാം ഉണ്ടായി. എൻട്രി ടിക്കറ്റ് എടുത്തതിന് ശേഷം അകത്ത് കയറി. വളരെ ചരിത്രപരമായിട്ട് പ്രാധാന്യമുള്ളൊരു സ്ഥലമാണ് വാർ മ്യൂസിയം. അപ്പോൾ അവിടെയാണ് നമ്മൾ നിൽക്കുന്നത്. ഞാൻ വാറിനെ പറ്റി ഇതിന് മുമ്പ് ഇട്ട വീഡിയോയിൽ ഞാൻ പറയുന്നുണ്ട്. താല്പര്യമുള്ളവർക്ക് അത് പോയിട്ട് കാണാം. നമ്മൾ ഇവിടത്തേക്കുള്ള കാഴ്ചകൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ യുദ്ധ കാലയളവിൽ
ഹോച്ചിമിൻ സിറ്റിയാണ് യുദ്ധത്തിൽ വിജയിക്കുന്നത്, നോർത്ത് വിയറ്റ്നാം. അതായത് നോർത്ത് വിയറ്റ്നാം ആ യുദ്ധ കാലയളവിൽ യുണൈറ്റഡ് സ്റ്റേറ്റിൽ നിന്ന് പിടിച്ചെടുത്ത തോക്കുകൾ, അതുപോലെ തന്നെ ടാങ്കറുകൾ, പ്ലെയിൻ, ഇതെല്ലാമാണ് ഇവിടെ പ്രദർശിപ്പിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ യുദ്ധത്തിൽ എന്താണ് സംഭവിച്ചത്, യുദ്ധകാലങ്ങളിൽ എന്തൊക്കെ സംഭവിച്ചു എന്നുള്ള ചരിത്രപരമായിട്ടുള്ള കാര്യങ്ങൾ ഇവിടെ കൃത്യമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതെല്ലാം നമുക്ക് നടന്നു പോയി കാണാം. അപ്പോൾ അവിടുത്തെ കാഴ്ചകളൊക്കെ നമുക്ക് നടന്ന് കാണാം. വലിയൊരു ടാങ്കറൊക്കെ നോക്കി, ചെറിയൊരു ബോട്ട്, ഇതൊക്കെ പബ്ജിയിലൊക്കെ കണ്ട ഒരു പരിചയം എനിക്കുള്ളൂ. ഞാൻ നേരിട്ട് ഇത്രയും വലുതൊന്നും ഞാൻ അടുത്ത് നിന്ന് കണ്ടിട്ടില്ല. എന്തായാലും നല്ലൊരു എക്സ്പീരിയൻസ് തന്നെ. ഇതൊക്കെ ഈ യുദ്ധ കാലയളവിൽ പിടിച്ചെടുത്തതാണ് കേട്ടോ ഇപ്പോഴത്തെ ഹോച്ചിമിൻ സിറ്റി. അതായത് പഴയ നോർത്ത് വിയറ്റ്നാം, പഴയ സൈഗോൺ പിടിച്ചെടുത്തതാണ് ഇതെല്ലാം യുണൈറ്റഡ് സ്റ്റേറ്റ്സിൻ്റെ കയ്യിൽ നിന്ന്. യുണൈറ്റഡ് സ്റ്റേറ്റ്സും അതുപോലെ തന്നെ സൗത്ത് വിയറ്റ്നാം എല്ലാം കൂടെ കൂടി നിന്നിട്ടായിരുന്നു നോർത്ത് വിയറ്റ്നാമിനെ അറ്റാക്ക് ചെയ്തുകൊണ്ടിരുന്നിരുന്നത്. ഈ യുദ്ധ കാലയളവിൽ ഇപ്പോഴത്തെ ഹോച്ചിമിൻ സിറ്റി എന്ന് പറയുമ്പോൾ പഴയ സൈഗോണിലുള്ള ഏകദേശം 11 ലക്ഷം ആൾക്കാർ മരണപ്പെട്ടിട്ടുണ്ടായിരുന്നു അവിടുത്തെ ആർമിയിലുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഈ സൗത്ത് വിയറ്റ്നാമിൻ്റെയും യുണൈറ്റഡ് സ്റ്റേറ്റ്സിൻ്റെയും എല്ലാവരും കൂടെ കണക്കെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം 33 ലക്ഷം ആൾക്കാരുടെ ജീവനാണ് നഷ്ടപ്പെട്ടത്. 20 വർഷം നീണ്ടു നിൽക്കുന്ന ഒരു യുദ്ധമായിരുന്നു കേട്ടോ ഈ വിയറ്റ്നാം വാർ എന്ന് പറയുന്നത്. ഗൊറില്ല വാറെന്നും ഇതിനെ അറിയപ്പെടുന്നുണ്ട്. ഈ വലിയ വലിയ പ്ലെയിനൊക്കെ നോക്കി, അയ്യോ, ഇതൊക്കെ ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ യുദ്ധവിമാനങ്ങളും അതുപോലെ തന്നെ എന്താ പറയുക ടാങ്കറുകളൊക്കെ അടുത്ത് നിന്ന് കാണുന്നത്. ഇത്രയും ആദ്യമായിട്ടാണ്. ഇതിനു മുമ്പൊന്നും ഇതുപോലെ ഇങ്ങനത്തെ ഒരു അവസരം എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. എന്തായാലും സംഭവം കൊള്ളാതെ. അവിടെയൊക്കെ നോക്കി ഒരേ ഫൈറ്റിംഗ് ജെറ്റുകളും ഫൈറ്റിംഗ് പ്ലെയിനുകളൊക്കെ കാണാം, ബോംബിങ് പ്ലെയിനുകളൊക്കെ കാണാം. ഇതൊക്കെ നമ്മൾ പല പല ഇംഗ്ലീഷ് സിനിമകളിലും കണ്ടിട്ടുണ്ട്, അതല്ലാതെ നേരിട്ട് കാണാൻ പറ്റുന്നത് ആദ്യമായിട്ടാണ്. എന്തായാലും നോർത്ത് വിയറ്റ്നാം അതായത് സായിഗോണിനെ സമ്മതിച്ചു കൊടുത്തേ പറ്റുള്ളൂ കേട്ടോ. കാരണം ഇത്രയും വലിയ ശക്തിയായ യുണൈറ്റഡ് സ്റ്റേറ്റിനെയൊക്കെ ഇവർ ആ യുദ്ധത്തിൽ പരാജയപ്പെടുത്തി എന്നൊക്കെ പറയുമ്പോൾ ഇവർ അത്ര നിസ്സാരക്കാരൊന്നുമില്ല. എന്താ പറയുക, എന്തായാലും കൊള്ളാം ഈ ഒരു പ്ലെയിന്. ഫ്രണ്ട്സ്, ഇതേ നോക്കി യുദ്ധകാലയളവിൽ പിടിച്ചെടുത്ത തോക്കുകളൊക്കെ ഉണ്ടോ. ബസൂക്കയൊക്കെ ഇരിക്കണ നോക്കി. ഈ തോക്കിൻ്റെ പേരൊക്കെ എനിക്കറിയാവുന്നത് പബ്ജി കളിക്കണോണ്ടാണ് കേട്ടോ. പബ്ജി കളിക്കുന്ന സുഹൃത്തുക്കളൊക്കെ ഇതൊക്കെ വളരെ കണക്റ്റഡ് ആവും. കാരണം നമ്മൾ ഈ തോക്കുകളൊക്കെ പബ്ജിയിൽ പലതവണ ഉപയോഗിച്ചിട്ടുള്ളതാണ്. മിഷ്യൻ ഗണ്ണ്, അതുപോലെ തന്നെ ഷോട്ട് ഗണ്ണുകളൊക്കെ നമുക്കിവിടെ കാണാൻ സാധിക്കും. ഇതെല്ലാം പബ്ജി കളിച്ചുകൊണ്ടാണ് കൃത്യമായിട്ട് എനിക്കിത് കാണുമ്പോൾ മനസ്സിലാവണേ. അതുപോലെ തന്നെ M16, AK-47, ഉസി, അതുപോലെ തന്നെ നോക്കിയ മിഷൻ ഗണ്ണ്, ഉസിയൊക്കെ അവിടെ കൃത്യമായിട്ട് നമുക്ക് കാണാം. തോംസൺ തോക്ക്, ഷോട്ട് ഗണ്ണുകൾ, ഇതൊക്കെ നമുക്കിവിടെ കൃത്യമായിട്ട് കാണാം കേട്ടോ. പിന്നില്ലേ ഈ വാർ മ്യൂസിയത്തിനകത്ത് ഈ 3 നിലകളിലായിട്ട് യുദ്ധ കാലയളവിൽ നടന്ന കാര്യങ്ങൾ കൃത്യമായിട്ടിവിടെ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് ഇറങ്ങിയിരിക്കുന്ന ആർട്ടിക്കിൾസ്, ഫോട്ടോസ്, അതെല്ലാമാണ് ഈ വാളിൽ അവർ പ്രദർശിപ്പിച്ചിരിക്കുന്നത്. ഇത് കാണാൻ ഇഷ്ടംപോലെ ആൾക്കാരുണ്ടായിരുന്നു. നമ്മളും അതെല്ലാം കുറേ നേരം നിന്ന് വായിച്ചു, കണ്ടറിഞ്ഞു. ഏകദേശം ഒരു 2 മണിക്കൂർ എടുത്തു ഇത് മൊത്തം ഒന്ന് കണ്ട് തീരാറാവാനായിട്ട്. ആ ഹെൽമെറ്റൊക്കെ നോക്കി, യുദ്ധകാലയിൽ ഉപയോഗിച്ചിരിക്കുന്ന ഹെൽമെറ്റൊക്കെ നോക്കി. എന്തായാലും ഇവിടെ വന്നത് വെറുത്തായി. ഈ പറയുന്ന ചരിത്രമൊക്കെ അറിയാൻ താല്പര്യമുള്ളവർക്ക് ഇവിടെ വരുന്നത് എന്തുകൊണ്ടും നല്ലതായിരിക്കും. എനിക്ക് എന്തായാലും ഇവിടെ വന്നത് വെറുത്തായിട്ട് തോന്നി. എന്തായാലും കൊള്ളാം. ഏകദേശം ഒരു 2 മണിക്കൂർ എടുത്ത് ഇത് മൊത്തം ഒന്ന് കണ്ട് തീർക്കാനായിട്ട്. അപ്പോൾ നമുക്കപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങാം, അടുത്ത ഡെസ്റ്റിനേഷനിലോട്ട് പോകാം. അടുത്ത ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് നമ്മുടെ ബെൻതാൻ മാർക്കറ്റാണ്. നമ്മളപ്പോൾ അങ്ങോട്ടാണ് പോകുന്നത്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ അടുത്ത ഡെസ്റ്റിനേഷൻ എത്തിക്കിട്ടോ, ബെൻതാൻ മാർക്കറ്റ്. ഇതെല്ലാം വാക്കബിൾ ഡിസ്റ്റൻസ് ആണ് കേട്ടോ നമ്മളിപ്പോൾ കവർ ചെയ്തിരിക്കുന്ന എല്ലാ ഏരിയയും. അപ്പോൾ വാർ മ്യൂസിയത്തിൽ നിന്ന് നമ്മൾ നേരെ ഇപ്പോൾ ബെൻതാൻ മാർക്കറ്റിലോട്ട് വന്നേക്കണേ. ഇതാണ് മെയിനായിട്ടുള്ളൊരു ഷോപ്പിംഗ് ഏരിയ ഹോച്ചിമിൻ സിറ്റിയിലെ. അപ്പോൾ ഇവിടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നല്ല ക്വാളിറ്റിയുള്ള പ്രൊഡക്റ്റുകൾ, ഹാൻഡ് മെയ്ഡ് ആയിട്ടുള്ള കുറേ ബാഗുകൾ, അങ്ങനത്തെ എല്ലാ ഐറ്റംസും നല്ല ക്വാളിറ്റി ഉള്ളതാണ്. റേറ്റ് കുറവിനും കിട്ടും. നമ്മൾ ഇവിടെ യൂസ് ചെയ്യുന്ന കറൻസി എന്ന് പറയുന്നത് വിയറ്റ്നാം ഡോങ് ആണ്, VND. അപ്പോൾ ഏത് സാധനം വാങ്ങിക്കുമ്പോഴും നിങ്ങൾ കൺവേർട്ട് ചെയ്ത് നോക്കണം. നാട്ടിൽ എത്ര രൂപയാണെന്ന് കാൽക്കുലേറ്റർ ഇട്ടിട്ട് നമ്മൾ കൺവേർട്ട് ചെയ്ത് നോക്കിയതിന് ശേഷം വാങ്ങിക്കാം. നമുക്കത് പൈസ കുറവാണോ റീസണബിൾ ആണോ എന്ന് നോക്കിയിട്ട് വേണം വാങ്ങിക്കാൻ. എന്ത് വാങ്ങിക്കുമ്പോൾ നിങ്ങൾ മാക്സിമം ബാർഗെയിൻ ചെയ്യുക, ഏറ്റവും റേറ്റിന് കിട്ടും. നമ്മൾ 100 പറയുന്ന സാധനം നമുക്കവിടെ 50 രൂപ കിട്ടും. അതാണ് ഈ മാർക്കറ്റിൻ്റെ ഒരു പ്രത്യേകത. പിന്നെ ഇവിടുത്തെ ഹുക്ക, അതുപോലെ തന്നെ ക്രോക്സിൻ്റെ ഒക്കെ മെയിൻ ആയിട്ടുള്ള മാനുഫാക്ചറിങ് യൂണിറ്റ് വരുന്നത് വിയറ്റ്നാമിലെ ഹോച്ചിമിൻ സിറ്റിയിലാണ്. അപ്പോൾ വേറൊരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെയൊക്കെ ഒറിജിനൽ വെല്ലുന്ന ഡ്യൂപ്ലിക്കേറ്റുകളും ഈ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അതും റീസണബിൾ പ്രൈസിൽ. നമ്മൾ നോക്കി 1-2 കടകളിലൊക്കെ കയറി ബാർഗെയിൻ ചെയ്ത് ഏറ്റവും റേറ്റ് കുറവിന് എവിടെ നിന്ന് കിട്ടുമെന്ന് നോക്കോ, അവിടെ നിന്ന് നിങ്ങൾ പോയിട്ട് വാങ്ങിക്കുക. അപ്പോൾ ഞാനും എൻ്റെ കൂട്ടുകാരും കൂടിയിട്ട് നല്ലോണം ഇവിടുന്ന് പർച്ചേസ് ചെയ്തു കേട്ടോ. ഒരു 10-4,000 രൂപയ്ക്ക് ഞാൻ പർച്ചേസ് ചെയ്തു. നമുക്ക് കുറേ ടീഷർട്ട്, ബാഗുകൾ, അതുപോലെ തന്നെ ചെരുപ്പൊക്കെ ഇവിടെ നിന്ന് പർച്ചേസ് ചെയ്തായിരുന്നു. കാരണം നല്ല റീസണബിളായിട്ട് തോന്നി. അപ്പോൾ നമ്മുടെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞു. നമ്മൾ അത്യാവശ്യം സ്പെൻഡ് ചെയ്തു ഇവിടെ. പൈസയും സമയം പോയതൊന്നും അറിഞ്ഞില്ല ഇതിൻ്റെ അകത്തായതുകൊണ്ട്. പിന്നെ ഇന്ന് നമ്മളിവിടുന്ന് ഹോച്ചിമിൻ സിറ്റിയിൽ നമ്മൾ ലീവ് ചെയ്യും. നമ്മൾ പുറത്തിറങ്ങിയപ്പോൾ കാഴ്ചയാണ്, ഇരുട്ടായി. നമ്മൾ കയറിയപ്പോൾ വൈകുന്നേരം കയറിയത് ഫുൾ ഇരുട്ടായി.
അപ്പോൾ അത്രയും സമയം നമ്മൾ അതിൻ്റെ സ്പെൻഡ് ചെയ്തു. നമ്മളിന്ന് ഹോച്ചിമിൻ സിറ്റി ലീവ് ചെയ്യണം. ഇന്ന് രാത്രി നമ്മൾ ഹനോയിലോട്ട് പോകും. ബാക്കിയുള്ള യാത്രകളൊക്കെ ഇനി ഹനോയിലായിരിക്കും. നമ്മൾ ഓൾറെഡി ഫ്ലൈറ്റൊക്കെ ബുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി എന്തെങ്കിലും ഫുഡൊക്കെ കഴിക്കാം. ഫുഡ് കഴിച്ചതിന് ശേഷം ഹോട്ടലിൽ പോയി ബാഗൊക്കെ എടുത്ത് നമുക്ക് നേരെ ഫ്ലൈറ്റ് കയറാൻ പോവാം. നമ്മളിതേ രാത്രി സ്ട്രീറ്റ് ഫുഡ് എന്ന് കഴിക്കാമെന്നാണ് വിചാരിച്ചേട്ടോ. അപ്പോൾ നമ്മുടെ ചേട്ടന്മാരൊക്കെ ഇവിടെ ഇരിപ്പുണ്ട്. ശ്രീരാജേട്ടൻ അവിടെ നല്ലൊരു നൂഡിൽസ് പറഞ്ഞിട്ടുണ്ട്. അത് പോർക്ക് നൂഡിൽസാണ്. എന്തായാലും നല്ല ടേസ്റ്റ് ഉണ്ടെന്നാണ് കേട്ടോ അവർ പറഞ്ഞേ. ശ്രീരാജേട്ടനും ഉണ്ട്, നമ്മുടെ നിതിൻ ചേട്ടനും ഉണ്ട്. അവർ രണ്ടുപേരും നല്ല വെട്ടാണ്. എന്തായാലും ഇനി ഞാനും പോയിട്ട് കഴിക്കട്ടെ ഫ്രണ്ട്സ്. അപ്പോൾ നമ്മളിപ്പോൾ ഹോച്ചിമിൻ സിറ്റിയിലെ ഡൊമസ്റ്റിക് എയർപോർട്ടിലാണ്. നമ്മൾ നേരെ പോകുന്നത് ഹനോയിലോട്ട്. അപ്പോൾ നമ്മൾ റൂമിൽ പോയി ബാഗ് കാര്യങ്ങളെല്ലാം എടുത്ത് ചെക്കൗട്ട് ചെയ്ത് നേരെ ഇങ്ങോട്ടാണ് പോകുന്നത് കേട്ടോ. നമ്മൾ ഗ്രാബ് എടുത്തിട്ടാണ് പോകുന്നത്. ഒരു അരമണിക്കൂർ യാത്ര ഉണ്ടായിരുന്നുള്ളൂ. നമ്മുടെ ടൗണിൽ തന്നെ റൂം എടുത്തുകൊണ്ട് വലിയ ഡിസ്റ്റൻസ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഹനോയിൽ നമ്മൾ പോകുന്നത് നിൻബിൻ, ടാംകോക്ക്, ഹാലോങ് ബേ, പിന്നെ ഹാനോയ് സിറ്റി ടൂർ, ഇതെല്ലാമാണ് നമ്മൾ കവർ ചെയ്യുന്നത്. അപ്പോൾ ഇനി വരുന്ന വീഡിയോസ് അതെല്ലാം ആയിരിക്കും. അവിടുത്തെ യാത്രാവിശേഷങ്ങളൊക്കെ ആയിരിക്കും. അപ്പോൾ നിങ്ങളത് കണ്ട് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമ്മുടെ ഫ്ലൈറ്റ് വന്നിട്ടുണ്ട്, നമുക്ക് ബോർഡ് ചെയ്യാം. അപ്പോൾ ഈ വീഡിയോ കണ്ട എല്ലാവർക്കും തന്നെ താങ്ക്